ശ്രീഗണേശാശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം, ദശകം 23, ദക്ഷചരിതവും ചിത്രകേതുപാഖ്യാനവും. പ്രജേതസുകൾ തന്നൂടെ പുത്രനാകും ദക്ഷൻ സൃഷ്ടി വർദ്ധിപ്പിക്കാൻ ഭഗവാനെ തപസ്സു ചെയ്തു. അഷ്ടബാഹുവായി എത്തി ഇഷ്ടവരം നൽകി ദേവൻ. ആശിഗ്നി എന്നുള്ള സ്ത്രീയെ ഭാര്യയായി നൽകി. ദക്ഷനുടെ പുത്രന്മാരാം 11,000 പേരും നാരദോപദേശത്താലേ മോക്ഷം പ്രാപിച്ചു. ഒരിടത്തും സ്ഥിരമായി നിൽക്കില്ല എന്നുള്ള ദക്ഷ ശാപത്തെയും നാരദനും വരമായി കണ്ടു. ദക്ഷൻ തൻ്റെ പുത്രിമാരാൽ പല വംശം സൃഷ്ടിച്ചല്ലോ. മകളുടെ പൗത്രനാകും വിശ്വരൂപനും ദേവേന്ദ്രനെ രക്ഷിച്ചല്ലോ നാരായണ കവചത്താൽ. ഭഗവാന്റെ മാഹാത്മ്യത്താൽ വിജയമെന്നും. ശൂരസേന രാജനാകും ചിത്രകേതു പുത്രകാമി അംഗീരസിൻ വരത്താലേ പിതാവുമായി. രാജാവിൻ്റെ പത്നിമാരോ പുത്രനെയും കൊന്നുവല്ലോ. അരജനോ മായാമോഹാൽ കുഴഞ്ഞു വീണു. കാരുണികനായിടുന്ന ശ്രീനാരദ മാമുനിയും അംഗീരസുമൊത്തവിടെ എത്തിച്ചേർന്നല്ലോ. രാജാവിനു പുത്രജീവൻ കാണിച്ചു കൊടുത്തു മുനി. ഭഗവാനെ സേവ ചെയ്തു ചിത്രകേതുവും. അനന്തരം ചിത്രകേതു ആദിശേഷമൂർത്തിയെയും ആനന്ദത്തിനായിക്കൊണ്ടു തപസ്സു ചെയ്തു. ആഴ്ചയൊന്നു കൊണ്ടു വിദ്യാധര ചക്രവർത്തിയായി. അതിനുശേഷവും തപം തുടർന്നു പോന്നു. താമരവടയ സമം വെളുത്തൊര ആദിശേഷൻ 1000 ശിരസുമായി പ്രത്യക്ഷപ്പെട്ടു. ആത്മാവിൻ്റെ യഥാർത്ഥമം രൂപം ഉപദേശിച്ചിട്ടു അനുഗ്രഹം നൽകി ദേവൻ മറഞ്ഞുപോയി. അവിടുത്തെ ഭക്തന്മാരിൽ അത്യുത്തമൻ ചിത്രകേതു അനേക സംവത്സരങ്ങൾ ഭജനം ചെയ്തു. വിദ്യാധര സ്ത്രീകളാലേ പാടിച്ചു തവ ഗുണങ്ങൾ. സുഖങ്ങളിൽ അത്യാസക്തി ഇല്ലാത്തവനായി വിഷയാസക്തി നശിക്കാൻ അവിടുന്നു പ്രേരിപ്പിച്ചോ. ചിത്രകേതു കൈലാസത്തിൽ എത്തിയ നേരം പത്നിയെ മാടിയിൽ വച്ച ശിവനെ പരിഹസിച്ചു. ക്രുദ്ധയായി പാർവതിയും ശപിച്ചുവല്ലോ. ശാപം മൂലം വൃത്രനെന്ന അസൂരനായി തീർന്നുവല്ലോ. ദേവേന്ദ്രനുമായി യുദ്ധം നടത്തും കാലം ആത്മതത്വം ചൊല്ലി വൃത്രൻ ശത്രുവിൻ അജ്ഞാനം നീക്കി. അവിടുത്തെ ലോകം പുൽകി ആശ്ചര്യം തന്നെ. ദേവി തപം ചെയ്തു ഇന്ദ്രഹത്യയ്ക്കായി കൊണ്ടു. എന്നാൽ ഇന്ദ്ര സുഹൃത്തുക്കൾ പുത്രന്മാരായി. അവിടുത്തെ സേവ ദുഷ്ടഹൃദയനു പോലും ഗുണം നൽകിയിടുന്നു. ഭഗവാനെ രക്ഷിക്കണമേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.